മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ പ്രതാപന്റെ ഇപ്പോഴത്തുള്ള കണ്ടീഷൻ അറിയാനായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. മോഹിനി കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. മാത്രമല്ല നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്താനായിട്ടും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മഹി അവിടെ നിന്നും ഇറങ്ങിയതിനു ശേഷം കരുണ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. വീണ്ടും കണ്ണനെ വിളിച്ച് സത്യങ്ങൾ അറിയിക്കാനായിട്ട് പ്രതാപനാണെങ്കിൽ ഫോൺ എടുക്കുന്നു. എന്നിട്ട് കണ്ണാ, മോനെ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് സത്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തായാലും ആ ഒരു ശ്രമവും കരുണയും മുത്തശ്ശിയും കൂടിയും അവിടം വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ എന്തായിരിക്കും പ്രതാപൻ തന്നോട് പറയാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു കാര്യം എന്നറിയാനായിട്ട് ആകെ ആകാംക്ഷ കൂടുകയാണ്. കാരണം തന്റെ അച്ഛൻ വിശ്വനാഥൻ അയാൾക്കൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ ദുരൂഹതകൾ ഉണ്ടെന്നും പ്രതാപനായിരിക്കുമോ വിശ്വനാഥനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റിന് പുറകിൽ പ്രതാപനായിരിക്കുമോ എന്നുള്ള സംശയം കണ്ണനിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ കണ്ണൻ പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രതാപന്റെ അവസ്ഥയെക്കുറിച്ചും ചോദിക്കുന്നു. അയാളുടെ അവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു തരം സമനില തെറ്റിയതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ണേട്ടൻ അയാൾ വിളിച്ചാൽ ഫോണൊന്നും എടുക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ, ഏയ് ഞാൻ ഫോൺ എടുത്തിരുന്നു, എന്നെ വിളിച്ച് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്നത് അവിടം വരെ ഒന്ന് ചെന്നാലോ എന്നാണ്. ഇത് കേട്ട് മഹിയാണെങ്കിൽ വേണ്ട, ഇപ്പൊ അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ സമയം കണ്ണനെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം നടക്കുന്നത്. കണ്ണനാണെങ്കിൽ വീൽ ചെയർ റൂമിനകത്ത് വെച്ചുകൊണ്ടാണ് ബാൽക്കണിയിൽ വന്ന് സംസാരിക്കുന്നത്. ആ ഒരു മണ്ടത്തരം ചെയ്യുന്ന കണ്ണന് എട്ടിന്റെ പണിയാണ് കിട്ടുന്നത്. അതായത് ദുർഗയും ഉണ്ണിയും ചേർന്ന് കണ്ണന്റെ റൂമിലേക്ക് വരികയാണ്. ദുർഗയാണെങ്കിൽ പതിവ് പോലെ കണ്ണൻ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാ വരുന്നത്. അങ്ങനെ വീൽ ചെയർ മാത്രമേ റൂമിലുള്ളൂ. എടാ, അവനിത് എവിടെ പോയി? ഈ റൂമിനകത്തൊന്നും കാണുന്നില്ലല്ലോ. വീൽ ചെയർ ഇവിടെ ഇട്ടിട്ട് അവനിത് എങ്ങോട്ടാ പോയത്? ഇത് കേട്ട് ഉണ്ണിയും എല്ലാവരുടെയും അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ബാത്റൂമിലൊക്കെ പോയി നോക്കുന്നു, പക്ഷെ കാണുന്നില്ല. അങ്ങനെ ഉണ്ണിക്കും ദുർഗയ്ക്കും ആകെ ഡൗട്ട് ആവുകയാണ്. അത് മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ വീണ് കിടക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനെ ഒരു വിധത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉണ്ണിയാണെങ്കിൽ കട്ടിലിൽ കൊണ്ട് ഇരുത്തുകയാണ്. എന്തായാലും ഈ സമയം കണ്ണൻ പറയുന്ന ഇത്തിരിയെങ്കിലും മനസാക്ഷി തന്നോട് കാണിച്ചതിന് നന്ദിയെന്ന്. പിന്നെ നീ നിന്റെ അമ്മായച്ചനെ കാണാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ പോയിക്കോളാം എന്നൊക്കെ ഉണ്ണി പറയുന്നു. അങ്ങനെ മഹി വിഷമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ലേഖ അങ്ങോട്ട് വരുന്നത്. ലേഖ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, എന്താടോ എന്ത് പറ്റിയെന്ന്. അത് കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയുന്ന രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതാപൻ സത്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് തോന്നുന്നു. തനിക്ക് പേടി തോന്നുന്നു. കണ്ണേട്ടൻ ഇപ്പൊ വിളിച്ചിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞ്? കണ്ണേട്ടൻ പറഞ്ഞത് പ്രതാപൻ കണ്ണേട്ടനെ വിളിച്ച് സത്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു എന്നാണ്. പക്ഷെ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടില്ല. അത് മാത്രമാണ് ഏകൊരാശ്വാസം. പിന്നെ എങ്ങാനും കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞാൽ എന്റെ കാര്യം ഓർത്ത് എനിക്കാകെ പേടി തോന്നുന്നു. ഇത്രയും കാലം കണ്ണേട്ടനോട് സത്യങ്ങൾ മറച്ചു വെച്ച് തന്നോട് ഒരിക്കലും കണ്ണേട്ടൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മഹി ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം കണ്ണേട്ടൻ തന്നെ ഒത്തിരി വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ആ താൻ തന്നെ കണ്ണേട്ടനെ ചതിച്ചു എന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ ക്ഷമിക്കില്ല. കാരണം ആ ഒരു അപകടത്തിൽ ഏക ദൃക്സാക്ഷി മഹി മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന മഹി അത് തുറന്നു പറയണമായിരുന്നു. കാരണം മഹിയും അതുപോലെ കണ്ണേട്ടന്റെ അച്ഛൻ വിശ്വനാഥൻ അങ്കിളും ഒരേ സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ അങ്കിളെ കൊന്ന പ്രതാപൻ എന്ന കൊലയാളിയെ മറച്ചു വെച്ചതിൽ കണ്ണേട്ടൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മഹിക്കാണെങ്കിൽ ആകെ പേടി തോന്നുകയാണ്. അങ്ങനെ മഹി കരയുന്നൊക്കെയുണ്ട്. ഈ സമയം ലേഖ പറയുകയാണ്, എന്തുണ്ടെങ്കിലും ഫേസ് ചെയ്യാം. അനന്തുവേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന്. അതുകൊണ്ട് നീയായിട്ട് ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, സമയാവട്ടെ, അപ്പൊ നമുക്കെല്ലാം തുറന്നടിക്കാം എന്നൊക്കെ ലേഖ മഹിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ ദുർഗയോടും ഉണ്ണിയോടും കൂടിയായിട്ട് പറയുന്നുണ്ട്, കമലേശ്വരം തറവാട്ടിൽ വെച്ച് തന്നെ എന്റെ ഭാര്യ മഹാലക്ഷ്മിയുടെ വളകാപ്പ് ചടങ്ങ് നടത്തുന്നതായിരിക്കും. അവൾക്കിപ്പോ ഏകദേശം 7 മാസത്തോളം ആയിട്ടുണ്ട്. ഇനി അതിൽ സന്തോഷത്തോട് കൂടിയിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും പങ്കെടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും ദേഷ്യം വരുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ തന്റെ മരുമകൾ കരുണയുടെ കുഞ്ഞാവണം, കമലേശ്വരം തറവാട്ടിലെ ആദ്യത്തെ സന്തതി എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വാർത്ത ഒരിക്കലും സഹിക്കാനും കഴിയുന്നില്ല. പക്ഷെ മറ്റൊന്നും ചെയ്യാനും കഴിയില്ല. കാരണം ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ തന്നെ പ്രതാപന്റെ ഈ അവസ്ഥ പോലെയുള്ള ഓരോ കാര്യങ്ങളാണ് വന്നെത്തുന്നത്.